ഇവിടെ നമുക്ക് ഈ കൃഷിത്തോട്ടത്തേക്ക് വരുമ്പോൾ ചെരുപ്പിടാൻ പാടില്ല കേട്ടോ. തന്നെ എന്താ ഒരാൾ ചെരുപ്പിട്ടുള്ളത് നമ്മൾ ജായ്സ്. അപ്പോൾ നമ്മൾ പൂണ്ടിക്ക് പോണ വഴിയില്ല കേട്ടോ. അത് നമ്മൾ പൂണ്ടിക്ക് പോണ വഴിയിൽ ഒരു ഹിൽ ടോപ്പ് ഉണ്ട്, അപ്പോൾ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അവിടെ വ്യൂ കാണാൻ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 9 മണി ആയിട്ട് വേണ്ട റോഡ് കണ്ടോ. എനിക്ക് ചുറ്റത്തേക്ക് നല്ല ഗംഭീരമായ കോട കേട്ടോ. അത്യാവശ്യം നല്ല തണവും കായലൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു ക്ലൈമറ്റ് ഉണ്ട്. അതുപോലെ മൊത്തം കോട പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂണ്ടിലെ കാഴ്ചകളായിക്കോളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും പൂണ്ടിലെ മനോഹരമായ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം കേട്ടോ. കൊടൈക്കനാലിൽ നിന്ന് ഏകദേശം 43 കിലോമീറ്ററോളം നമ്മുടെ പൂണ്ടിലേക്കുള്ള യാത്ര. അത് തികച്ചും ഒരു നല്ല രീതിയിലുള്ളൊരു ഫോറസ്റ്റുകളായിട്ട് പോകുന്നുണ്ട്. നമ്മൾ ഈ കൊടൈക്കനാലിൽ വരുന്ന ഒട്ടുമിക്ക സഞ്ചാരികളൊന്നും ഈ പൂണ്ടിയിലേക്കാണ് പോകാറില്ല. കാരണം കൊടൈക്കനാൽ കറങ്ങി തിരിഞ്ഞ് നേരെ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങാറാണ്. നേരെ മറിച്ച് പൂണ്ടിയിലെ കാഴ്ചകൾ കാണാനാണ് നമ്മളിന്ന് ഇറങ്ങിയത്. നമ്മുടെ മെയിൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പൂണ്ടിയായിരുന്നു. നമ്മൾ കൊടൈക്കനാൽ വന്ന് നമ്മൾ കുറച്ച് സ്റ്റേ ചെയ്തു. അതായത് കൊടൈക്കനാൽ ജസ്റ്റ് കറങ്ങി കഴിഞ്ഞാൽ നമ്മൾ രാവിലെ പൂണ്ടിയിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ പോകുമ്പോൾ നമുക്ക് ഒരുപാട് പൈൻ ഫോറസ്റ്റുകളും അതുപോലെ തന്നെ ഒരുപാട് ഹെയർ പിന്നുകളൊക്കെ ഇറങ്ങിയിട്ടാണ് പൂണ്ടിയിലേക്ക് പോകുന്നതെന്ന് നമ്മുടെ ഡ്രൈവർമാർ പറഞ്ഞത്. ഇപ്പോൾ 43 കിലോമീറ്ററോളം നമുക്ക് സഞ്ചരിക്കാനുണ്ട് അങ്ങോട്ട്. അപ്പോൾ നല്ല ഒരു കാഴ്ചയായിരിക്കും പൂണ്ടിൽ ഉള്ളത് നമുക്കറിയാം. പൈൻ ഫോറസ്റ്റ്. അപ്പോൾ നമ്മുടെ 1-2 പേരൊക്കെ പൂണ്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ കയറുമ്പോൾ നമുക്കൊരു ചെറിയൊരു പൈൻ ഫോറസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇറങ്ങി നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. പക്ഷെ നമ്മളിപ്പോൾ എന്തായാലും ഫോട്ടോ എടുക്കില്ല. നമ്മൾ നേരെ പൂണ്ടിലെത്തി കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴി നമുക്ക് ഇവിടെ കയറി ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന വീഡിയോ നമുക്ക് ഇടാൻ പറ്റുന്നറിയില്ല. കാരണം നമ്മുടെ വണ്ടിയിൽ നല്ല പാട്ട് വെച്ചിട്ടുണ്ട്. അതേസമയം നമ്മൾ ചാരവ് മനുഷ്യൻ്റെ പാട്ടൊക്കെ വെച്ച് ചെറിയൊരു ചില്ല് മുകളിലാണ് നമ്മൾ പോകുന്നത് തന്നെ. അപ്പോൾ ഈ പാട്ട് കോപ്പറേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോ എന്തായാലും പബ്ലിക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇല്ലെങ്കിൽ നമ്മളെന്തായാലും നമുക്ക് വീഡിയോയിൽ കാണാൻ കേട്ടോ. അപ്പോൾ നല്ല കാഴ്ചകളാണ് പോകുന്ന സമയത്തൊക്കെ. നല്ല പൈൻ ഫോറസ്റ്റ്. അപ്പോൾ ഈ പൈൻ ഫോറസ്റ്റ് നമുക്ക് ഇറങ്ങാൻ പറ്റും. ഇവിടെ ഫോറസ്റ്റിൻ്റെ ഒരു പെർമിഷൻ വെച്ചിട്ടുണ്ട്. ഇവിടെ പുലികളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കടുവയുടെ പട കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുവ ഇറങ്ങുന്ന സ്ഥലമായിരുന്നു. നമുക്ക് ഇവിടേക്ക് മൊത്തം വേരി അടിക്കാട്ടോ നമുക്ക് കിടക്കാൻ പറ്റും. പക്ഷെ നല്ലൊരു പ്രത്യേക വൈബായിട്ട് കാണാൻ തന്നെ നല്ല തണുത്ത അന്തരീക്ഷം തന്നെയാണ് നമ്മൾ പോകുമ്പോൾ. കൊടൈക്കനാൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഒന്നും തണുത്തൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഊട്ടി കൊടൈക്കനാൽ. അപ്പോൾ കൊടൈക്കനാലിൽ നിന്ന് 47-43 കിലോമീറ്റർ അകലെയാണ് ഈ പൂണ്ടി എന്ന് പറഞ്ഞ സ്ഥലം. ഇത് ചെറിയ വഴിയാട്ടോ. ഇതിൻ്റെ തിരക്കൊന്നും ഇല്ലാത്തൊരു ഏരിയ തന്നെയാണ്. ഏകദേശം ഒരു 2 വണ്ടിക്ക് കടന്നു പോകാൻ പിന്നെ ഒരു വഴി തന്നെയാണ്. നല്ല ടാറിങ് കാര്യങ്ങളൊക്കെ നല്ല കുഴപ്പമില്ലാത്ത റോഡാട്ടോ. വന്ന വഴിക്ക് വരെ കുഴപ്പമില്ല. ചില സ്ഥലങ്ങളിൽ മാത്രം ചെറിയ കട്ടറായിട്ട് മോശമായിട്ടുള്ളൂ. നമ്മളിത് വരുന്ന വേണ്ട നല്ലൊരു ചെറിയൊരു പാലം കടന്നിരുന്നൊരു പാറയുടെ വലിയൊരു കൂട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ. അപ്പോൾ ബൈക്കുകാർ ഒരുപാട് പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ വലിയ വണ്ടികൾ അപൂർവമായിട്ട് നമുക്ക് ഈ വഴിക്ക് കാണുള്ളൂ. അപ്പോൾ നമ്മൾ മാത്രമേ ഈ വഴിക്ക് വരുന്നു തോന്നുന്നു. നമ്മളിപ്പോൾ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ നമ്മൾ ട്രാവലറുകാരൊന്നും കാണാനില്ല. കാറുകളും ചെറിയ ബൈക്കുകളും കാറിലൊക്കെ പോകുന്നുണ്ട്. അല്ലാണ്ട് വേറെ വണ്ടികളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് പൂണ്ടിലേക്ക് 23 കിലോമീറ്ററൊന്നും പോകണ്ട കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ നല്ല നല്ല വ്യൂ പോയിന്റുകളുണ്ട്. അപ്പോൾ ഇതൊരു വ്യൂ പോയിന്റാണ്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. വ്യൂ പോയിന്റിൽ നിർത്തിയപ്പോൾ ഒരു ചെറിയ ചായക്കടയുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ചായ കുടിച്ചിട്ട് പോകുന്നു. നല്ല കോടയായിട്ട് ഇവിടെ എനിക്ക് കണ്ടോ. താഴെ ഒന്നും കാണാൻ പറ്റില്ല. നോക്കി താഴെ കണ്ടോ. താഴെ വ്യൂ നോക്കി. അതൊരു ഗംഭീര കോട നിറഞ്ഞ വ്യൂ കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ കുരങ്ങന്മാരിക്കുന്നുണ്ട്. എൻ്റെ കാൽമൊന്ന് പറ്റിയിട്ടോ. അപ്പോൾ നമ്മളിവിടെ ചെറിയൊരു ചായക്കടയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ചായ കുടിച്ച് ഇവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ച് നമ്മൾ നേരെ പൂണ്ടിക്ക് പോട്ടത്. ഇതണ്ട പളനിമല വ്യൂ പോയിന്റ്. പളനിമല ഇവിടെ കാണാൻ പറ്റുമോ? പളനിമല കണ്ടു. ഇവിടെ കാണാൻ പറ്റുമോ? അപ്പോൾ നമ്മളിത് പളനിമല വ്യൂ പോയിന്റ് കേട്ടോ. ഇവിടുന്ന് പളനിമല കാണാമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ മൊത്തം കോട നിറഞ്ഞിട്ടാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ പളനിമലയൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചായ കുടിക്കാനേ പോയ സമയത്തേക്ക് ഇവിടെ ഒക്കെ കോട വന്നിട്ട്. അപ്പോൾ കോടയൊക്കെ മാറിയതേക്ക് കോട തെളിഞ്ഞ് വന്നിട്ട് അതിൻ്റെ മുകളിൽ ടോപ്പിലായിട്ട് ചെറിയൊരു ഇതാണ് കാണാൻ. അത് പോകുന്ന വഴിയാണെന്ന് അറിയില്ല. അവിടെ അറ്റത്തൊരു ചെറിയൊരു ബിൽഡിങ് കാണാം. നമുക്ക് പോകുന്ന വഴിയിൽ ഇപ്പോൾ കാണാം കേട്ടോ ബിൽഡിങ്. അപ്പോൾ നമ്മളിവിടുത്തെ പളനിമല വ്യൂ പോയിന്റിലെ ചായ കുടി കഴിഞ്ഞ് വീണ്ടും പൂണ്ടിരിക്കുള്ള യാത്ര തിരിക്കട്ടോ.
നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞില്ല, ആ ബിൽഡിംഗ് ആയിട്ട് കാണുന്നത്. ബിൽഡിംഗ് അല്ല, അത് ഒരു ക്ഷേത്രമാണ്. ആ കേരള ക്ഷേത്രം എന്ന് പറഞ്ഞല്ലോ, അയ്യപ്പൻ്റെ ക്ഷേത്രമാണ് ആ കാണുന്നത്. അപ്പോൾ നമ്മൾ തൊട്ട് അടികൂടെ റോഡിൽ കൂടെ പോകണം, പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ വ്യൂ കിട്ടണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ആ പളനിമല വ്യൂ പോയിന്റ് നിൽക്കുമ്പോൾ ഈ അമ്പലത്തിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ മെയിനായിട്ട് കാണാനുള്ളത് ഇവിടുത്തെ കൃഷി രീതികളും കാര്യങ്ങളൊക്കെയാണ് കാണാനുള്ളത്. വേറെ നമുക്കിവിടെ പ്രത്യേകിച്ചുള്ള സംഭവങ്ങളൊന്നും കാണാനില്ല. ഇവിടെ ഒരുപാട് കൃഷികളുണ്ട്, ക്യാരറ്റ്, ബീൻസ്, അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ, ക്യാബേജൊക്കെ കൃഷി ചെയ്യണ കൃഷിത്തോട്ടങ്ങളൊക്കെ കാണാം. അപ്പം നമ്മൾ വന്ന സമയം എന്ന് പറഞ്ഞപ്പോൾ അധികം കൃഷികളൊന്നും കാണില്ല കേട്ടോ. എല്ലായിടത്തും വിളവെടുത്ത് പുതിയ കൃഷി ഇറക്കുന്ന സമയമാണെന്ന് തോന്നുന്നത്. നമ്മൾ കണ്ട തോട്ടങ്ങളൊക്കെ അങ്ങനെ ചെറുതായിട്ട് കൃഷികൾ ചെയ്തു തുടങ്ങിയിട്ടുള്ളൂ. ഒരുപാട് ഇങ്ങനത്തെ തട്ടായിട്ടുള്ള ഒരു ഭൂപ്രകൃതിയാണ് ഈ പൂണ്ടി എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഈ പൂണ്ടിയിൽ നിന്ന് കുറച്ച് വഴി പോയി കഴിഞ്ഞാൽ നമ്മുടെ വട്ടവട എത്തും. മൂന്നാർ വട്ടവടയ്ക്കും ഏകദേശം ഇതിൽ കൂടെ ഷോർട്ട് കട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് യാത്ര ചെയ്യാനുള്ള ഇതില്ല, പെർമിഷൻ കിട്ടില്ല. ഫോറസ്റ്റിൻ്റെ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് അങ്ങനെ കടന്നു പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന സമയത്തേക്ക് നല്ല കോടൊക്കെ നല്ല രീതിയിൽ ഇറങ്ങി, ചെറുതായിട്ട് ചാറ്റൽ മഴ ഉണ്ട് പറഞ്ഞത്. കോടൊക്കെ വന്ന് കുണിക്കുന്ന സമയം കേട്ടോ. കണ്ട മൊത്തത്തിൽ കണ്ട നമ്മൾ വരുന്ന വഴിയിലൊക്കെ നല്ല കോട. ശരിക്കും കൊണ്ട് റോഡ് കാണാൻ പറ്റാത്ത രീതിയിൽ കോടായി തുടങ്ങി കേട്ടോ. നമ്മുടെ ഈ പൂണ്ടി ട്രിപ്പിൽ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ നമ്മൾ മൊത്തം മണിച്ചാണ്ട പാട്ട് വെച്ചിട്ടാണ് നമ്മൾ തകർത്ത് പോകുന്നത്. പക്ഷേ നമ്മൾ മണിച്ചാണ്ട പാട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, ചാലക്കുടിക്കാർക്ക് മണിച്ചാണ്ട പാട്ട് ഏറ്റവും ഒരു പ്രത്യേകത. ടൂർ പോകുമ്പോൾ മണിച്ചാണ്ട പാട്ടില്ലാത്തൊരു ടൂർ പോലും ഉണ്ടാവില്ല, അവർ പ്രത്യേകിച്ച് ചാലക്കുടിക്കാർക്ക്. വ്യൂ കാണാനുള്ള ഭാഗ്യമില്ല, കാരണം വെച്ചാൽ മൊത്തം കോടയായിട്ട് കണ്ട, മൊത്തം കോട കയറി വന്നിരിക്കും. അപ്പോൾ നമ്മൾ കാണാൻ പറ്റുന്ന അറിയില്ല. നമ്മൾ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ നമുക്കൊന്നും കോട കാണാൻ പറ്റില്ല കേട്ടോ. നല്ല കോട നിറഞ്ഞിരിക്കുക ചേട്ടനേക്ക് കണ്ട, മൊത്തത്തിൽ കോടയിൽ മുങ്ങി. അപ്പോഴത്തേക്ക് പൂപ്പാറുടെ ഭംഗി കാണണമെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ കണ്ടാൽ നമുക്ക് ശരിക്കും പറയുന്നത് നമ്മുടെ വട്ടവടൊക്കെ പോലെ നല്ല മനോഹരമായ വ്യൂ ആയിരുന്നു മുകളിൽ നിന്ന്. പക്ഷെ നമുക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടില്ല. നമുക്ക് കുറച്ച് നേരം നടന്നു പോകട്ടെ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നല്ല വ്യൂ ഉള്ള ഭാഗം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തായാലും കാണാൻ പറ്റും നോക്കാം. നമ്മൾ വണ്ടി ഇവിടെ നിർത്താൻ വെച്ചിട്ടുണ്ട്, പക്ഷേ വണ്ടീൻ്റെ മുകളിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നല്ലൊരു വ്യൂ ആയിക്കോളൂ നമ്മുടെ അവിടെ ശരിക്കും വ്യൂ. അപ്പോൾ നമുക്ക് നമ്മുടെ പൂപ്പാറുടെ മനോഹരമായ ഭംഗി കാണണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കയറി നോക്കി കഴിഞ്ഞാൽ ഒരു അമ്പലം കണ്ടോ. മൊത്തം കോടയിൽ മുങ്ങിയിട്ടോ, കാരണം നമുക്ക് ശരിക്കും വല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. അകലേക്കൊക്കെ നിൽക്കണ്ട, ശരിക്കും ഒരു അമ്പലം ഉണ്ട് കേട്ടോ അവിടെ. അതൊരു പ്രത്യേക വ്യൂ തന്നെയാണ് കേട്ടോ, ഈ കൃഷികളുടെ നടുക്കൊരു ക്ഷേത്രം ഉണ്ടോ. പക്ഷെ അത് നമുക്ക് കോട നിറഞ്ഞ തന്നെ ശരിക്കും കാണാൻ പറ്റാത്തത്. കോട അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ, കോട മൂടിക്കൊണ്ടിരിക്കുന്നു. കൃഷിത്തോട്ടത്തിലെ ആൾക്കാർ പണിക്ക് വന്നിട്ടത്, പണിക്ക് വന്നിട്ട് ആൾക്കാരെ കാണുന്നത്. കോട കാരണം ശരിക്കും ആളെ കാണാൻ പറ്റില്ല, ആളാണ് മൂടിപ്പോയി. ഓ മൊത്തത്തിൽ മൂടിപ്പോയിട്ടോ. അപ്പോൾ നമ്മൾ പൂമ്പാറയിൽ നിന്ന് വണ്ടി തിരിച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല വ്യൂ കേട്ടോ. പക്ഷെ ആ വ്യൂ കാണാമെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടോ മൊത്തത്തിൽ കോട നിറഞ്ഞ് നിൽക്കുക. നമ്മൾ ഇറങ്ങിയിട്ടും കാര്യമില്ല, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയെന്നാലും നമ്മൾ ഇറങ്ങിയത് 2 മിനിറ്റ് കൊണ്ട് എന്തായാലും കോട നിറഞ്ഞ് നമുക്ക് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ പോകുന്ന വഴിയിൽ ചില സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വ്യൂ പോയിന്റുണ്ട് കേട്ടോ. വ്യൂ പോയിന്റിലൊക്കെ നമുക്ക് വണ്ടി നിർത്തി കഴിഞ്ഞാൽ അവിടുത്തെ ഭൂപ്രകൃതി കാര്യങ്ങളൊക്കെ കാണാം. തൊട്ട് താഴെയുള്ള കൃഷിത്തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് പൈൻ ഫോറസ്റ്റുകളുടെ പോകണം. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ പോകുന്ന ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വീണ്ടും കോട കയറി വരും, റോഡ് കാണാൻ പറ്റാത്ത രീതിയിലുണ്ട്. ഇപ്പോൾ നോക്കി നല്ലൊരു പ്രത്യേക ഒരു ക്ലൈമറ്റ് തന്നെ കേട്ടോ. ഇടയ്ക്ക് കോട കയറി വന്ന് നല്ലൊരു പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ നമുക്ക് പോകുന്ന വഴി കേട്ടോ.
പൂണ്ടിക്ക് വരുമ്പോൾ പ്രത്യേകമായിട്ടും കാണേണ്ട ഒരു സ്ഥലം തന്നെ ചെമ്മരിയാടിൻ്റെ ഫാം ഉണ്ട്. അപ്പോൾ ഇതാണ് ചെമ്മരിയാടിൻ്റെ ഫാം. അത് ഈ കാണുന്ന ജംഗ്ഷനിൽ ചെമ്മരിയാടിൻ്റെ ഫാം ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കേട്ടോ ചെമ്മരിയാടിൻ്റെ ഫാം. മന്നവന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിന് ശരിക്കും പേര്. അപ്പോൾ അത് തിങ്കളാഴ്ച ആയ കാരണമൊന്നും അറിയില്ല, ഫാം തുറന്നിട്ടില്ല, അടച്ചിട്ടിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ 10-10 ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് നേരം തുറക്കുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും പോയിട്ട് തിരിച്ചു വരുന്ന വഴി തുറക്കണമെങ്കിൽ എന്തായാലും കയറി കാണാം കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് പൂണ്ടിലേക്ക് ഏകദേശം 6 കിലോമീറ്റർ ഉണ്ടെന്നാണ് നെയിം ബോർഡ് കണ്ടത്. അപ്പോൾ ഇവിടെ തൊട്ട് സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് നല്ല ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. നമുക്ക് കൂടുതൽ കുതിര സവാരിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കാണാൻ. നല്ലൊരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് ഈ സ്ഥലങ്ങളിൽ വരുമ്പോൾ തന്നെ. പിന്നെ ഇവിടുത്തെ തണവ് അതിനെടുത്ത് പറയേണ്ട കാര്യം കേട്ടോ. നമ്മൾ വന്ന സമയം എന്ന് പറഞ്ഞാൽ നല്ല തണവുള്ള സമയമാണ്. ഏകദേശം നല്ലൊരു നല്ല ക്ലൈമറ്റ് ഉണ്ട്. ഇത് കൃഷിത്തോട്ടമായിട്ടാണ് കാണുന്നത്. നമ്മളിത് പൂണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ മുകളിൽ നിന്ന് പൂമ്പാറ എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യൂ പോയിൻ്റ് മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മൾ വീണ്ടും താഴേക്ക് വന്നിരിക്കേണ്ട. അപ്പോൾ ഇവിടുത്തെ കൃഷിത്തോട്ടമാണ് കാണുന്നത്. അവിടെ ഇപ്പോൾ ക്യാബേജ് പറിക്കുന്ന ഒരു തോട്ടം ഉണ്ട്. തോട്ടത്തിൽ നിന്ന് ക്യാബേജുകൾ പറിച്ച് ഒരു ചാക്കിലേക്ക് കൊണ്ടുകൊണ്ട്, പക്ഷെ നമ്മൾ വണ്ടി നിർത്തില്ല, അപ്പോൾ നമ്മൾ കടന്നു പോകുന്നു. ഇതാണ് പൂണ്ടിക്ക് വരുമ്പോൾ മന്നവന്നൂർ ലൈക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ ചെറിയ തടാകമുണ്ട്. ആ തടാകത്തിൽ കൊട്ടവഞ്ചി, അതുപോലെ സിപ്പ് ലൈൻ, പിന്നെ കുതിര സവാരി, ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എൻട്രി ഫീസ് എന്ന് പറഞ്ഞാൽ 30 രൂപ എൻട്രി ഫീസ്. അപ്പോൾ കടന്നു പോയതൊക്കെ കാണാൻ പറ്റും നമുക്ക്. അങ്ങനെ നമ്മൾ പൂണ്ടി എടുത്താറായിട്ടോ. അപ്പോഴത്തേക്ക് നല്ല കോടൊക്കെ ഇറങ്ങി തുടങ്ങി. നമ്മൾ വീണ്ടും വരുന്ന വഴിയിൽ മൊത്തം കോട വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റിസോർട്ടുകളിലേക്ക് കോട ഇറങ്ങി തന്നെ ഉണ്ടോ. അപ്പോൾ നമ്മൾ പൂണ്ടിയുടെ ഏകദേശം തൊട്ടടുത്ത് എത്തിക്കും. ഏകദേശം കിലോമീറ്ററോട് ഒന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ പൂണ്ടിയിലെത്തിട്ടാം. പിന്നെ അവിടെ നിന്ന് നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ ക്ലാവര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ പറ്റും. നമ്മൾ അവിടേക്ക് പോകണില്ല, നമ്മൾ നേരെ പൂണ്ടി വരുള്ളൂ. പൂണ്ടി നേരെ നമ്മൾ തിരിച്ചിട്ട് റിട്ടേൺ പോരും. അപ്പോൾ എന്തായാലും പൂണ്ടിക്കുള്ള കാഴ്ചയാണ്. പിന്നെ അവിടെ നമുക്ക് കൃഷിത്തോട്ടം ഏത് കൃഷിത്തോട്ടത്തിലേക്ക് ഇറങ്ങി നോക്കാൻ പറ്റും. ഇവിടെ പിന്നെ കൃഷിത്തോട്ടത്തിൻ്റെ ഇടയിലൊക്കെ ചെറിയ കണ്ടോ, ഓടിട്ട ചെറിയ വീടുകൾ. അത് നല്ലൊരു പ്രത്യേക ഭംഗിയാണ്. നമുക്ക് അകലേന്നൊക്കെ ആ ഫ്രെയിം കാണുമ്പോൾ തന്നെ അറിയാനുള്ള പ്രത്യേക ഭംഗിയാണ്. അകലൊക്കെ ഉണ്ടാവും. എല്ലാ കൃഷിത്തോട്ടത്തിൻ്റെ നടുക്കായിട്ട് ചെറിയൊരു ഷെഡുകളും അതുപോലെ തന്നെ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഭംഗി കാണാം. നമുക്ക് അകലിൽ നോക്കുമ്പോൾ ആ ഒരുപാട് കൃഷിത്തോട്ടത്തിൻ്റെ നടുക്ക് ഒരു ചെറിയ വീട് നല്ലൊരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ ഇവിടെ നിന്ന് പോകാൻ വഴിക്ക് ഒരുപാടുണ്ട് അങ്ങനത്തെ ചെറിയ വീടുകൾ കേട്ടോ. ഇതൊക്കെ അവർ താമസിക്കണമെന്നാണ് പറഞ്ഞാൽ അവർ കൃഷിക്ക് വേണ്ടി വളമൊക്കെ സൂക്ഷിക്കുന്ന ഒരു ഷെഡാണെന്ന് തോന്നുന്നുണ്ടോ. കറക്റ്റ് എന്തൊക്കെ സംഭവം എന്നറിയില്ല. ഇതൊക്കെ എന്തായാലും ഇവിടെ താമസിക്കുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിത് പൂണ്ടിയിലെത്തിയിട്ടോ. പൂണ്ടി എന്ന് വെച്ചാൽ പൂണ്ടിയുടെ ഏറ്റവും അവസാന സ്ഥലത്തെത്തി. പൂണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ടൗണിൽ നിന്ന് ചെറിയൊരു ജംഗ്ഷൻ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ കുറച്ച് 2-3 താഴേക്ക് ഇറങ്ങി വന്നു. ഹെയർപിന്നിലൊക്കെ ഇറങ്ങി താഴെ വന്നു. ഇവിടെ മൊത്തം ചുറ്റും കൃഷികളാട്ടോ. വേറെ നമുക്ക് വലിയ കാണാനായിട്ടൊന്നുമില്ല. ഇതൊക്കെ മുകളിലൊക്കെ ഉണ്ടോ. നമ്മൾ വന്നപ്പോൾ ഒക്കെ അവിടെ നല്ല ഭംഗിയായിരുന്നു. തൊട്ട് ഇവിടെ കൃഷികളൊക്കെ ആയിരുന്നു. അപ്പോൾ കോട ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിവിടെ പോയാലോ. ഇവിടെ കുറേ കൃഷിത്തോട്ടങ്ങളുണ്ട് ഭാഗത്ത്.
അപ്പം നമ്മുടെ പൂണ്ടി കാഴ്ചകളുടെ കാണുന്നത് നല്ല കോടമഞ്ഞും ഒക്കെ നിറഞ്ഞ കാഴ്ചകൾ, അതുപോലെ ഒരുപാട് കൃഷിത്തോട്ടങ്ങൾ. അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ കണ്ട കൃഷിത്തോട്ടങ്ങൾ കാണുന്നത് അല്ല, അവിടെ മൊത്തം കോടായി. നമുക്ക് വേണമെങ്കിൽ വിളിക്കുന്ന ജസ്റ്റ് കയറി നോക്കാം അവിടെ എന്തൊരു കൃഷി ചെയ്യണേന്ന്. അപ്പോൾ നമ്മളങ്ങനെ പൂണ്ടിയിലെ കൃഷിത്തോട്ടങ്ങളിലേക്ക് ഇറങ്ങിയിട്ടോ. അപ്പോൾ അവിടെ എന്ത് കൃഷികൾ ചെയ്യണമെന്ന് പറയാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ അവിടെ കൃഷികളുടെ ചെറിയ ചെറിയ തൈകൾ, പിന്നെ അതുപോലെ അതിന് കളറൊരുക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടോ, കൃഷി ചെയ്തല്ലോ. അപ്പോഴത്തേക്ക് ഒരു കൃഷിത്തോട്ടമായിട്ട് കാണുന്നത്. അവിടെ മണ്ണൊക്കെ ഉണ്ട്, കൊത്തിയൊരുക്കി കളറൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ അവിടെ വന്നപ്പോൾ കോടയുണ്ടായില്ല. പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്ക് മൊത്തം കോട ഇറങ്ങി. വേണ്ട ചുറ്റും, നമ്മുടെ ചുറ്റും കോടയായി. കൃഷിത്തോട്ടത്തിലുണ്ട് മരുന്നടിക്കാനുണ്ടോ അവിടെ? അവിടെ മരുന്ന് ചിന്തിക്കുന്നുണ്ട്. അതൊക്കെ മിഷനറി കേട്ടോ, എന്തോ മോട്ടർ വെച്ച് മരുന്നടിക്കാതെ. മണം നോക്കും, മണം ഗൈസ്. അപ്പോൾ ഇവിടെ കൃഷിത്തോട്ടത്തിൽ മരുന്നടിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നേരെ അവിടെ തോട്ടത്തിലേക്ക് കയറിയിട്ടോ. അവിടെയൊക്കെ മരുന്നുകൾ മരുന്നടിക്കട്ടെ മൊത്തത്തിൽ. നമ്മളിപ്പം ശരിക്കും മോത്തിക്കില്ലേ ആ സ്പ്രേ വന്നിട്ട് ശരിക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ചെയ്യും ഇവിടെ ഒരു പേരമരട്ട കാണാൻ കണ്ട, ചെറിയ പേരക്ക ഒക്കെ ഉള്ളത് കണ്ടോ. ഇവിടെ ഒരു അക്കയുണ്ട്. അപ്പോൾ ആ അക്ക നമുക്ക് പേരക്ക പിടിച്ചാൽ കേട്ടോ. ആ പുറത്തോട്ട് നിൽക്കുമല്ലോ. ചേട്ടാ ഏട്ടേ വേണ്ട, ഇവിടുത്തെ പേരക്ക കാണാക്ക്. ഇവിടുത്തെ പേരക്കട്ടെ, ചെറിയ പേരക്കാണ്ട. ഇവിടെ നമുക്ക് ഈ കൃഷിത്തോട്ടത്തേക്ക് വരുമ്പോൾ ചെരുപ്പിടാൻ പാടില്ല കേട്ടോ. തന്നെ കണ്ടോ ഒരാൾ ചെരുപ്പിട്ടുള്ളത്. നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ഒരാൾ കോവിലുണ്ടെന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ചേച്ചിനെ എൻ്റെ അവിടെ ആയിട്ട് ഞാൻ ചേട്ടോ അല്ലേ, അവിടെ ആ നിൽക്കുന്നത് കോവിലാട്ടോ. അവിടെ ചെറിയൊരു കോവിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ കാരണം അവർ കണ്ടോ ആ വാഴത്തോട്ടത്തിൻ്റെ അടുത്ത് കാണുന്നത് കോവിലാണ് നിൽക്കുന്നത്. അപ്പോൾ കോവിലുള്ള കാരണം ഇവിടേക്ക് ചെരുപ്പിട്ടൊരു കയറില്ലാന്നാണ് കൃഷിത്തോട്ടത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ അധികം പോയില്ല. നമുക്ക് ചെരുപ്പ് പൂരിച്ച് കടന്ന് ചെല്ലാൻ പോലെ വേണമെങ്കിൽ. അപ്പോൾ നമ്മൾ നേരെ തിരിച്ചു പോകുന്നു. പിന്നെ ഇവിടെ ഒന്നും കൃഷികളൊന്നും ഇല്ല. അപ്പോൾ അത് ബീൻസാണ് നടന്നത്. നമ്മുടെ അടുത്ത് ബീൻസ് കൃഷി ചെയ്യണത് കാണുന്നത് മൊത്തം മരുന്നടിച്ചിട്ടുക. അതൊക്കെ വന്ന വഴി വീണ്ടും കോട കയറിട്ടോ. ഫുൾ കോടയും പിന്നെ പുള്ളിയുടെ മരുന്നും.